വന്യജീവി ആക്രമണം വല്ലാത്ത തരത്തിലൊരു ചർച്ചയാവേണ്ട ഒരു കാര്യം തന്നെയാണ്, പ്രത്യേകിച്ച് നിലമ്പൂർ പോലുള്ളൊരു മണ്ഡലത്തിൽ. പക്ഷേ അതിനപ്പുറത്തേക്കുള്ള രാഷ്ട്രീയ കാര്യങ്ങളാണ് ഇവിടെ അധികവും ചർച്ച ചെയ്യുന്നതും. പക്ഷേ വന്യജീവി ആക്രമണം ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? അതിലെങ്ങനെയാണ് LDFിൻ്റെയും സ്ഥാനാർത്ഥിയുടെയും ഒരു നിലപാട്? തെരഞ്ഞെടുപ്പിൽ എപ്പോഴും ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ നിലപാട്. അതെപ്പോഴും ഞാൻ ആവർത്തിച്ചിട്ടുള്ളതുമാണ്. നിർഭാഗ്യവശാൽ നമ്മളെ എതിർക്കുന്നവർ ജനങ്ങളെയും നാടിനെയും ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്നും തെരഞ്ഞെടുപ്പ് ചർച്ചകളെ വഴിതെറ്റിച്ചുവിടാനാണ് ശ്രമിക്കുന്നത്. അവർ വിദ്വേഷം വമിക്കുന്ന പ്രചാരണം ആരംഭിച്ചിരിക്കുകയാണ്. വിദ്വേഷം വമിക്കുന്നതും വർഗീയ ധ്രുവീകരണത്തിനിടയാക്കുന്നതുമായ വിഷലിപ്തമായ പ്രചരണമാണ് ആരംഭിച്ചിരിക്കുന്നത്. ഞങ്ങളെന്തായാലും ആ വഴിക്ക് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. എത്രയൊക്കെ തന്നെ അങ്ങനെയുള്ള പ്രകോപനങ്ങൾ വന്നാലും നാടിനെയും ജനങ്ങളെയും ബാധിക്കുന്ന പ്രശ്നങ്ങൾ തന്നെ ചർച്ച ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അതാണ് ഞങ്ങളുടെ നിലപാടും. നിലമ്പൂരിൻ്റെ വികസനം, കേരളത്തിൻ്റെ വളർച്ച, ഈ നാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ അതിൽ പ്രധാനമാണ് വന്യജീവി ആക്രമണം. ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ വളരെ സമ്പന്നമായൊരു വനാതിർത്തിയുണ്ട്. മലയോര കർഷകർ നിരവധിയുള്ള ആയിരക്കണക്കിന് മലയോര കർഷകരുടെ ഒരു നാടാണ്. ഇപ്പോൾ ബാധകമായിട്ടുള്ള നിയമം മലയോര കർഷകരുടെ ജീവനെയും സ്വത്തിനും സംരക്ഷണം നൽകുന്നത് അതിന് ഒരു പരിഗണനയും കൊടുക്കാത്ത നിയമമാണ്. നിയമം 1972 പാസ്സാക്കിയ വന്യജീവി സംരക്ഷണ നിയമമാണ്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ പോലും ആ നിയമം ആര് പാസ്സാക്കി, ആർക്കാണ് അതിൻ്റെ ഉത്തരവാദിത്തം തുടങ്ങിയ കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത്തരം ചർച്ച നമുക്ക് ഒഴിവാക്കാം. പകരം ഇന്ന് രാജ്യം ഭരിക്കുന്നവർ ആ നിയമം ഭേദഗതി ചെയ്യണം. വന്യജീവി സംരക്ഷണ നിയമം ഭേദഗതി ചെയ്യണമെന്നും വന്യജീവി ആക്രമണത്തെ ഫലപ്രദമായി പ്രതിരോധിക്കാൻ കേരള സർക്കാർ സമർപ്പിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ അംഗീകരിക്കണമെന്നും കേന്ദ്ര സർക്കാരിനോട് ഞങ്ങൾ ശക്തമായി ആവശ്യപ്പെടുന്നു. മലയോര ജനതയെ അണിനിരത്തിക്കൊണ്ട് ഈ ആവശ്യങ്ങൾ അംഗീകരിച്ച് കിട്ടുന്നതിനുള്ള പോരാട്ടങ്ങൾക്ക് ഞങ്ങൾ നേതൃത്വം കൊടുക്കും. സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ മലയോര കർഷകർക്ക് സാധ്യമായതെല്ലാം അവരോടൊപ്പം നിന്ന് അവർക്ക് വേണ്ടി പൊരുതും. സാധാരണ ഒരു മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് അദ്ദേഹം ശക്തമായ പ്രസ്താവനയാണ് നടത്തിയിട്ടുള്ളത്. മനുഷ്യരുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന വന്യമൃഗങ്ങളെ കൊല്ലുകയല്ലാതെ മാർഗമില്ല. മറ്റു രാജ്യങ്ങളിലൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. കൃഷിയും മനുഷ്യരെ ആക്രമിക്കുന്ന കാട്ടുപന്നികളെ കൊന്നാൽ അത് എന്ത് ചെയ്തു എന്ന് അന്വേഷിക്കാൻ നടക്കണ്ട എന്ന് തന്നെ പറഞ്ഞു. സത്യത്തിൽ അത് മലയോര കർഷകരുടെ ശബ്ദമാണ്. മലയോര കർഷകരുടെ ശബ്ദം മുഖ്യമന്ത്രിയിലൂടെ പുറത്തു വന്നു എന്ന് വേണം നമ്മളതിനെ കാണാൻ. അത്രമാത്രം മലയോര കർഷകരോടൊപ്പം ഈ സർക്കാർ, ഈ മുന്നണി നിൽക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത്തരം കാര്യങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ടത്.